ഇത് ഞങ്ങളുടെ കല്യാണത്തിന് ശേഷവും ഇച്ചൂട്ടനും ഉണ്ടായ ശേഷമൊക്കെ ആദ്യമായിട്ട് ഞങ്ങളൊരു ബസ് യാത്രയാട്ടോ. ഞാൻ ഇച്ചൂട്ടനും തന്നെയൊക്കെ പോയിട്ടുണ്ട്, ഒന്ന് രണ്ട് പ്രാവശ്യം. എന്നാലും അധികമൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ രാജാക്കാട് നിന്ന് തൃശ്ശൂർക്കാട്ടോ പോണേ, അടുത്തേക്കൊന്നുമല്ല. അപ്പോൾ നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കാരണം തലവേദനയുള്ള ആളാണ് ഞാൻ, അലമ്പനാണ് ഇച്ചൂട്ടൻ. അങ്ങനെയൊക്കെ ഞങ്ങളെന്തായാലും വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ അതും ഇതൊക്കെ തിന്നാനുള്ളതൊക്കെ മേടിച്ചു. അതൊക്കെ ഞങ്ങൾ കയറിയപ്പോൾ തൊട്ട് കഴിക്കാനും തുടങ്ങി കേട്ടോ, കാരണം വേറെ അസ്വസ്ഥതയൊന്നും തോന്നരുതല്ലോ. അപ്പോൾ അങ്ങനെ അന്നേരം തൊട്ട് ഞങ്ങൾക്കുള്ളതും ഇച്ചൂട്ടനുള്ളതും എല്ലാം ഞങ്ങൾ ആ കയ്യിൽ കരുതിക്കൊണ്ടാട്ടോ പോയത്. ഇത് നമ്മുടെ വെള്ളത്തൂവലാട്ടോ. വെള്ളത്തൂവലിൻ്റെ മേളിലെ വാട്ടർ ടാങ്ക് ഞാൻ വെറുതെ സൂം ചെയ്തെടുത്തതാണ്. അങ്ങനെ നമ്മൾ രാജാക്കാട് നിന്ന് പെരുമ്പാവൂർ ഒരു ഒറ്റ ബസ്സായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കോതമംഗലം സ്റ്റാൻഡാണ്. കോതമംഗലത്ത് സ്റ്റാൻഡിലെത്തി കഴിഞ്ഞപ്പം അവിടെ നിന്ന് കടലയും ജ്യൂസോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും പെരുമ്പാവൂരെത്തി. നമ്മൾ പെരുമ്പാവൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് KSRTC സ്റ്റാൻഡിലോട്ട് പോകട്ടോ. ഇതേ അവിടെ സ്റ്റാൻഡിൽ ചെന്നപ്പോൾ തന്നെ തൃശ്ശൂർക്ക് ഒറ്റ ബസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചാടി ബസ്സിൽ കയറിയിട്ടും ഇച്ചൂട്ടനെ എങ്ങനെയെങ്കിലും കൂളാക്കി ഇരുത്താനുള്ളതുകൊണ്ട് ഇച്ചൂട്ടന് പോപ്കോണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. അത് ഇച്ചിരിയോടെ നീങ്ങിയപ്പം ഒക്കൽ ചെന്നിട്ട് KSRTC അവിടെ നിർത്തിയിട്ട് അവിടെ നിന്നായിരുന്നു അവർ ഫുഡ് കഴിക്കണം കേട്ടോ. ഞങ്ങളും അവിടെ തന്നെ ഇറങ്ങി അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. അവിടെ ഒരു അരമണിക്കൂർ താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇച്ചൂട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബിരിയാണിയും ചോറും രണ്ടും ഒക്കെ മേടിച്ച് ഞങ്ങൾ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ പോകുന്ന ബസ് പ്രൈവറ്റ് ബസ്സായിരുന്നു. അപ്പോൾ അതിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ട്രാൻസ്പോർട്ടിൽ പാട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ കേട്ടോണ്ട് കേട്ടോ പോയത്. എന്നിട്ട് ടൈം പാസ്സൊക്കെ വേണമല്ലോ. പക്ഷേ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ബസ് ഇങ്ങനെ ഓരോ സ്റ്റാൻഡിൽ കയറി ഇറങ്ങിയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്രാവശ്യം ബസ്സിൽ പോയിട്ട്. സാധാരണ ബസ്സിൽ പോകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, എങ്ങനെയാണ് എന്താ ഏതാന്ന്. പെട്ടെന്ന് തന്നെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടോ. നമുക്കങ്ങനെ ഒരു മടുപ്പോ തലവേദനയോ അസ്വസ്ഥതയോ ഒന്നും തോന്നില്ല. ഇന്നത്തെ കാലാവസ്ഥയും കുഴപ്പമില്ലായിരുന്നു, വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. ഞാനോർത്ത് കോതമംഗലം ചെല്ലുമ്പോൾ തൊട്ട് ചൂടായിട്ട് അവശതയാവുമായിരിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ തൃശ്ശൂരെത്തി. അവിടെ സ്റ്റാൻഡിലിറങ്ങി നമ്മുടെ ലൊട്ടിലൊടാത്ത സാധനങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു. വെള്ളം, കുപ്പി, എല്ലാ സാധനങ്ങളും കൂടെ വാരിപ്പെറുക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള കോലത്തിലല്ല കേട്ടോ. കാറ്റടിച്ച് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും വേറൊരു കോലമായിട്ടോ. ബാക്കി കഥ നാളെ പറയാം കേട്ടോ.